പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം യുക്രൈൻ സന്ദർശിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ മണിപ്പൂർ വിഷയം ഉയർത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. യുക്രൈൻ സന്ദർശനത്തിന് മുൻപാണോ ശേഷമാണോ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കുകയെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ചോദിച്ചു. മണിപ്പൂർ മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്ത് നടക്കുന്ന അക്രമങ്ങൾ ചർച്ച ചെയ്തിരുന്നോ എന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ മണിപ്പൂരിലേക്ക് ക്ഷണിച്ചിരുന്നോ എന്നും ജയറാം രമേശ് ചോദിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന നീതി ആയോഗ് യോഗത്തിൽ മണിപ്പൂർ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു. തുടർന്ന് ബി.ജെ.പി. മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു. 2023 മെയ് 3 രാത്രി മുതൽ ആരംഭിച്ച മണിപ്പൂർ കലാപവും സ്ഥിതിഗതികളും ബിരേൻ സിംഗ് പ്രധാനമന്ത്രിയുമാർ ചർച്ച ചെയ്തോ എന്നാണ് മണിപ്പൂർ ചോദിക്കുന്നതെന്നും ജയറാം രമേശ് എക്സിൽ കുറിച്ചു. മെയ് 3 മണിപ്പൂരിൽ കുക്കി, മെയ്തി വിഭാഗങ്ങൾ ചേരിതിരിഞ്ഞ് ആക്രമണം ആരംഭിച്ചതും പിന്നീട് വംശീയ കലാപത്തിലേക്ക് വഴിമാറിയതും. ഇന്നും സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല. മെയ്തി വിഭാഗത്തിലുള്ളവരെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ച മണിപ്പൂർ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് വംശീയ കലാപത്തിലേക്ക് നയിച്ചത്. സംഘർഷത്തിൽ ഇതുവരെ 220-ലധികം പേർക്ക് ജീവൻ നഷ്ടമായി, ആയിരക്കണക്കിന് പേർക്ക് പരിക്കേറ്റു, പതിനായിരങ്ങളാണ് ഭവനരഹിതരായത്. അതേസമയം ഡൽഹി സന്ദർശനത്തിനെത്തിയ മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയത് ശ്രദ്ധേയമായി. കഴിഞ്ഞ വർഷം മുതൽ സംസ്ഥാനത്ത് നടന്നുവരുന്ന വംശീയ കലാപം സംബന്ധിച്ച സ്ഥിതിഗതികളെ കുറിച്ച് എൻ ബീരൻ സിംഗും പ്രധാനമന്ത്രി മോദിയും തമ്മിൽ ചർച്ച നടത്തിയെന്നാണ് ബി.ജെ.പി. പറഞ്ഞത്. ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ പ്രത്യേക കോൺക്ലേവിന് വേണ്ടിയാണ് എൻ ബീരൻ സിംഗ് ഡൽഹിയിലെത്തിയത്. കോൺക്ലേവിന്റെ ഭാഗമായി നടന്ന ഷോർട്ട് ക്ലോസ്ഡ് ഡോർ സെക്ഷനിൽ നിലവിലുള്ള പ്രതിസന്ധിക്ക് സാധ്യമായ പരിഹാരത്തിനുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികളും മാർഗനിർദ്ദേശങ്ങളും ചർച്ച ചെയ്യാൻ പ്രത്യേക സമയം ഷെഡ്യൂൾ ചെയ്തിരുന്നു. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും രാജ്നാഥ് സിംഗും യോഗത്തിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും കേന്ദ്രത്തിൽ നിന്നോ സംസ്ഥാനത്ത് നിന്നോ ഒരു ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തില്ലെന്നതും ശ്രദ്ധേയമാണ്. മണിപ്പൂരിൽ പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നതിൽ ബി.ജെ.പിക്കെതിരെ പ്രതിപക്ഷത്തിന്റെ വൻ സമ്മർദ്ദം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് യോഗം നടന്നത്. ലോക്സഭാ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ മണിപ്പൂർ വിഷയം പ്രതിപക്ഷം വലിയ ചർച്ചാ വിഷയമായി വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. പ്രധാനമന്ത്രി മോദിയുടെ നന്ദിപ്രമേയ പ്രസംഗത്തിനു പകരം മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യണമെന്നതായിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യം. മണിപ്പൂരിലെ 2 ലോക്സഭാ സീറ്റുകളും അടുത്തിടെ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബി.ജെ.പിയിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു. ഇതോടെ മണിപ്പൂരിൽ ബി.ജെ.പി. പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ട്.